അങ്ങനെ നമ്മൾ ഇങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ബർത്ത്ഡേൻ്റെ തലേന്ന് ഇരുന്നിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർത്തത്. കാരണം മിഠായി വാങ്ങണമായിരുന്നു, അതുപോലെ തന്നെ ബർത്ത്ഡേൻ്റെ കാർഡ് വാങ്ങിയിട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതായിരുന്നു. അങ്ങനെ ഫൈനൽ ലുക്ക് അത്ര സാറ്റിസ്ഫൈങ് ആയിരുന്നില്ലെങ്കിലും ബട്ട് ഓക്കെ ആയിരുന്നു, കാരണം സമയമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം അവിടെ എത്തി അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അവൾ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടി കഴിഞ്ഞപ്പോഴേക്കും എനിക്കിത് സംഭവം കൂടുതൽ നേരം പിടിച്ചു വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കൊടുത്തതിന് ശേഷം അവിടെ കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിന് പോയിട്ട് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൾ ക്യൂട്ട്നെസ്സൊക്കെ വെതറി എറിഞ്ഞ് ഇങ്ങോട്ട് വന്നു. ഗിഫ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ആ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ വർഷം ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇത്ര എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പാക്കേജിങ്ങിൽ ഇത്ര എഫേർട്ട് ഇട്ടിട്ടില്ലായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ക്യാൻറ്റീന്ന് എഴുതിയത് ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഇവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡായിട്ട് കിട്ടിയ ഒരു ജമ്മാണ് ഇവൾ. അപ്പോൾ എനിക്ക് കൂടുതൽ ഇങ്ങനെ വാചാലയാവാനൊന്നും അറിയത്തില്ല സംഭവം. എന്തായാലും ഇവളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ പൊട്ടിക്കുമ്പോഴും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് ഓടെ ഇടണം കേട്ടോ. അങ്ങനെ അവൾ എഴുതിയ സാധനങ്ങളൊക്കെ വായിച്ച് നിർവൃതി അടഞ്ഞതിന് ശേഷം അവൾ ഞങ്ങൾക്ക് ഷേക്കൊക്കെ വാങ്ങിച്ചാലാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അവൾ ഷേക്കൊക്കെ വാങ്ങിച്ചു തന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ അവിടെ ഇരുന്ന് മൈലാഞ്ചി വരെ ഇട്ടിട്ടാണ് കോളേജിൽ പോയത്. അപ്പം ഇത്രയുള്ളൂ.